മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് നമ്മളോട് പറഞ്ഞ് എല്ലാ ലോകത്തൊക്കെയും പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും അതുപോലെ സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ചെയ്യാനായിട്ടുള്ള ആ വലിയ കമാൻഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ശിഷ്യത്തിൻ്റെ തത്വങ്ങൾ പറഞ്ഞത്. അതിൽ കമാൻഡ് സി എന്ന് പറഞ്ഞത് ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു, രണ്ട് കമാൻഡ് ഫോളോ എന്നുള്ളത് പറഞ്ഞു, മൂന്നാമത് കമാൻഡ് ഡൈ എന്നുള്ള മൂന്നാമത് പറഞ്ഞു, നാലാമത് ഗോ ആൻഡ് മേക്ക് എന്നുള്ള ആ പോയിന്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചപ്പോൾ 4 കുഷ്ഠരോഗികൾ ആരാമ്യ സൈന്യപാളയത്തിൽ ചെന്നിട്ട് അവരുടെ ആ ഇൻട്രാക്ഷനും അതിനുശേഷം അവർ പോയി ആ സുദർത്തവനം പറഞ്ഞ കാര്യം പറഞ്ഞു. അതിനുശേഷം ശമര്യക്കാരി സ്ത്രീയുടെ കാര്യം സംസാരിച്ചു. യേശുക്രിസ്തു അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ശമര്യയിലുള്ളൊരു സുവിശേഷം പറയാനായിട്ട് തന്നെ അവർ പോയി. അവർ വെള്ളം കോരാൻ വന്നവരെ ഒരു കർത്താവിനെ കുറിച്ച് പറയുന്ന, മെസ്സിയയെക്കുറിച്ച് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ നീങ്ങിയതായിട്ട് നമ്മളെ കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ മെത്തേഡ് നമ്മൾ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു. സ്റ്റാർട്ടിങ് ഫ്രം നാച്ചുറൽ, ടെൻഡിങ് ടു സ്പിരിച്വൽ, സെറ്റിൽ ഇൻ ക്രൈസ്റ്റ്. കർത്താവിൽ അവസാനിപ്പിക്കുക. ഇത് ഈ ഒരു മെത്തേഡ് ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ സുവിശേഷം നമ്മുടെ സഹപാഠികളോട്, നമ്മളെ സഹകരിക്കുന്നവരോടൊക്കെ പറയേണ്ട ആവശ്യത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഡിസൈപ്ലിങ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നു. ദൈവം ഓരോ കാലങ്ങളിലായിട്ട് പ്രവാചകന്മാരെയൊക്കെ ശുശ്രൂഷന്മാരെയൊക്കെ പഴയ നിയമത്തിലും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരുന്നതായിട്ട് കാണും. നമ്മളിന്നൊരു ക്യാരക്ടർ സ്റ്റഡിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് എങ്ങനെയായിരുന്നു അവരെ ഡെവലപ്പ് ചെയ്ത് വന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് വേറെ ആരെക്കുറിച്ചുമല്ല, ഏലിശയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും പരിചയമുള്ള കാര്യമായതുകൊണ്ട് അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഏലിശ ഏകദേശം 20 വയസ്സ് പ്രായമുള്ളൊരു യുവാവായിരുന്നു. അവന് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ പേര് തന്നെ ഗോഡ് ഈസ് മൈ സേവിയർ, ദൈവം എൻ്റെ രക്ഷകൻ എന്നുള്ള അർത്ഥമായിരുന്നു. അവൻ്റെ പിതാക്കന്മാർ അല്ലെങ്കിൽ അവൻ്റെ പേരൻസ് ആ പേരാണ് ഏലിശയ്ക്ക് വിളിച്ചത്. ഏലിശയുടെ കാലം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള സമയമായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ഡീക്കയും അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലാണ് ഏലിശയെക്കുറിച്ച് പറയുന്നത്. അതിന് മുമ്പ് ഭരണമുള്ളത് ഏലിയാവിൻ്റെ സമയത്ത് ആഹാബ്, ഇസബേൽ ഒക്കെ ഉണ്ടായിരുന്നു. ഏലിയാവ് വീര്യപ്രവൃത്തി ചെയ്തതൊക്കെ നമുക്കറിയാം. ബാലിൻ്റെ പ്രവാചകന്മാരെ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് വെട്ടിക്കൊല്ലുകയും ബാല് അതുപോലെ അക്ഷേര പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈസബേൽ സീദോന്യ രാജാവായ ഏത്ബാലിൻ്റെ മകളായിരുന്നു ഈസബേൽ. എന്നാൽ അവിടെ നിന്ന്, വിദേശത്ത് നിന്ന് വേറൊരു ദൈവത്തെ പൂജാരി എന്ന വേറൊരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ആഹാബ് പോയി കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവിടെയും ഈ പ്രതിഷ്ഠകളും ഈ ബാലിൻ്റെ പ്രതിഷ്ഠയും പൂജയും എല്ലാം ചെയ്തു. അങ്ങനെ വന്നിട്ടാണ് 3.5 വർഷം മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം 3.5 വർഷം കഴിഞ്ഞ് മഴ പെയ്തു. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഈ മഴ പെയ്തിട്ട് അവന് കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അവനൊരു ധനികനായിട്ടുള്ളൊരു വീട്ടിലുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഏലിശ എന്ന് പറയുന്നത്. കാരണം ഈ 3.5 വർഷത്തോളം മഴയില്ലാതെ ഇരുന്നപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്, വീട്ടിലെല്ലാം കൃഷിയുണ്ടെങ്കിലും അവർ ഈ കാളകളെയൊക്കെ നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ഭക്ഷണമൊക്കെ കൊടുക്കണം. അത് ഈ 3.5 വർഷം ഭക്ഷണം കൊടുക്കാതിരിക്കുക ആളുകൾ എന്താ ചെയ്യുന്നത്, അവർ കാളയൊക്കെ വിറ്റ് കുതിരയൊക്കെ വാങ്ങും. കാരണം കുതിരയ്ക്കാകുമ്പോൾ അത്രയും ഭക്ഷണം കൊടുക്കണ്ട, അതിന് കൂടുതൽ യൂസ് കിട്ടുകയും ചെയ്യും. ഈ കാളകളെ നിർത്തിയിട്ട് കൃഷി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വേനലാണ്, കൃഷി ചെയ്യാൻ പറ്റത്തില്ല, അതിന് വരൾച്ച വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരെയും കാളകളെ വിട്ട് കുതിരയാക്കുമ്പോൾ ഏലിശ 12 ഏർ കാളയെ സൂക്ഷിച്ചു എന്ന് മനസ്സിലായി. അതിന് അവർക്ക് ഈ 3.5 വർഷത്തോളം ഈ കാളകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ നോക്കാനായിട്ടുള്ള അതുപോലൊരു റിച്ച് ഫാമിലി ആയിരുന്നു ഏലിശയുടെ കുടുംബം. അത് മാത്രമല്ല, ആ ഒരു ദർശനം ഉണ്ടായിരുന്നു. 3.5 വർഷം കഴിയുമ്പോൾ മഴ പെയ്യും എന്ന് അവനറിയാമായിരുന്നു. കാരണം ഏലിയാവ് പറഞ്ഞിട്ടുണ്ട് 3.5 വർഷത്തേക്ക് മഴ പെയ്യത്തില്ല, അത് കഴിഞ്ഞിട്ട് മഴ ഉണ്ടാവും എന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട്
19 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 1 രാജാക്കന്മാർ 19 വാക്യം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫത്തിന്റെ മകനായ എലിശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാള പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. 12ാമത്തേനൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികെ ചെന്ന് പുതപ്പ് അവൻ്റെ മേലിട്ടു. ഏലിയാവിന് ദൈവത്തിൻ്റെ വലിയൊരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് ആളിനെ തിരഞ്ഞെടുക്കാനായിട്ടും രാജാവിനെ അഭിഷേകം ചെയ്യാനായിട്ടും ഒക്കെയുള്ള കാര്യം ഏലിയായെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഏലിയ ഇവിടെ വന്നിട്ട്, എലിശ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് കൃഷി ചെയ്യാനായിട്ട് ഈ 12 കാളകളെ അതിനോട് ഒരു പേരിനുകൂടി അവനും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴെന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ അവൻ്റെ അരികെ ചെന്ന് പുതപ്പ് അവൻ്റെ മേലിട്ടു. അല്ല, ഒരു കോളായിരുന്നു ഏലിയാവിനെ വിളിക്കുകയായിരുന്നു, ശിഷ്യത്വത്തിലേക്ക് വിളിക്കുക. എന്താണ്? പ്രവാചക ദൗത്യത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് വിളിക്കുകയായിരുന്നു. ഇവിടെ എലിശയെ വിളിക്കുകയായിരുന്നു. ഇന്നും നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവം വിളി അവിടെ നിർത്തിയിട്ടില്ല. നമ്മൾ വിചാരിക്കും ഇത് അനേകം വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരുടെ സമയത്തുണ്ടായിരുന്ന ഒരു വിളിയാണ് അത് കഴിഞ്ഞിട്ടും വിളി കണ്ടിന്യൂസ് ആയിട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ സമയത്ത് യേശു ശിഷ്യന്മാരെ വിളിച്ചു. അതിനുശേഷവും ദൈവം ഇന്നും ഈ കാലത്തിലും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഈ വിളിക്കുമ്പോഴേ അത് നമ്മൾ ചിന്തിക്കേണ്ടത്, പൂർണ്ണമായിട്ടൊരു സുവിശേഷ പ്രവർത്തനം ചെയ്യാനായിട്ടല്ല പലപ്പോഴും നമ്മളെ വിളിക്കുന്നത് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വിറ്റ്നസ്സായി നിൽക്കാനായിട്ടും ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കാനായിട്ടുമാണ് നമ്മളെ വിളിക്കുന്നത്. ഇവിടെ എലിശയെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ട്, ഇവിടുത്തെ ഒരു വിളി എന്ന് പറഞ്ഞാൽ എലിശ പൂർണ്ണമായിട്ടുള്ള ദൈവത്തിൻ്റെ വേലയിലേക്കുള്ള വിളിയാണ്. അപ്പോഴെന്താ അവൻ ചെയ്തതെന്ന് കണ്ടോ? അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചോട്ടെ, അതിനുശേഷം നിൻ്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അതിനവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കാം എന്നേ പറഞ്ഞു. പിന്നെ അവൻ അവരെ വിട്ട് ഒരേർ കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാചകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവൻ തിന്നു. അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. എലിശയെ വിളിച്ചപ്പോഴേ എലിശ അവിടെ അനുസരിച്ചു പോയി എന്ന് കാണുന്നു. ഇവിടെ 2-3 കാര്യങ്ങൾ കാണാം. ഒന്ന്, ഒരു പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചപ്പോഴേ അവൻ്റെ കുടുംബത്തെ മുഴുവൻ അവൻ ഉപേക്ഷിച്ചു. ലോസ് ഓഫ് ഫാമിലി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് കം ആൻഡ് ഡൈ എന്ന് പറഞ്ഞപ്പോഴേ യേശുക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. തൻ്റെ അപ്പനെയും അമ്മയെയും സഹോദരനെയും ഭാര്യയെയും തൻ്റെ ജീവനെയും കൂടി ത്യജിക്കാത്തവൻ എന്നെ ഫോളോ ചെയ്യാനായിട്ട്, എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുന്നതല്ല എന്ന് കർത്താവ് പറഞ്ഞത് ഈ തരുണത്തിൽ ഓർക്കുക. അവർ ലോസ് ഓഫ് ഫാമിലി, ലീവിങ് പേരൻസ്, കൺട്രി ആൻഡ് ഹോം, അതാണ് ആദ്യം ചെയ്യുന്നത്. അവൻ്റെ ജീവിതത്തിലുണ്ടായത്. രണ്ടാമത് ലോസ് ഓഫ് സെക്യൂരിറ്റി, അവൻ്റെ ജോലി. അവരെന്ത് ജോലിയായിരുന്നു? അവൻ്റെ കൃഷിപ്പണിയായിരുന്നു അവൻ്റെ സംഭവം. അവന് ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ 12 കാളയുണ്ടായിരുന്നു. ഒരു ധനികനായിട്ടുള്ള കുടുംബത്തിലായിരുന്നു. അവൻ്റെ ജോലിയെല്ലാം വിട്ടു. ഹി ലെഫ്റ്റ് ഹിസ് ജോബ് ആൻഡ് കംഫർട്ട്. അവന് ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം എന്താണ്? അവൻ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് ശുശ്രൂഷകനായി. ഇപ്പോഴ് വേറൊരാളുടെ ചാരിറ്റിയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക. സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വേറെ ആളുകൾ കൊടുക്കുന്ന ഗിഫ്റ്റിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ലേവ്യർക്ക് അങ്ങനെയായിരുന്നല്ലോ, ഒരു ഷെയർ കൊടുക്കുമായിരുന്നല്ലോ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സുവിശേഷ പ്രവർത്തനത്തിന് ഇൻവോൾവ് ചെയ്യുന്നവർക്ക് ആടിനെ തീറ്റുന്നവർ ആടിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കുന്നു എന്ന് പോൾ പറഞ്ഞതുപോലെ അവർക്കും ചില ഉത്തരവാദിത്തങ്ങൾ, അവർ ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളിൽ സഹായിക്കാനായിട്ട് വേറൊരു തലത്തിലുള്ള ആൾക്കാർ ഉണ്ട് ഇവിടെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലോസ് ഓഫ് സെക്യൂരിറ്റി, അവൻ്റെ ജോബ്, അവൻ്റെ കംഫർട്ട്, അതുപോലെ അവൻ്റെ സ്ഥലം, ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ടാണ് പോകുന്നത്. മൂന്നാമത് കാണുന്നത് ലോസ് ഓഫ് സ്റ്റാറ്റസ്. അവൻ്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്നു. കാരണം അവന് അവിടെ വർക്കേഴ്സ് ഉണ്ടായിരുന്നു ഫീൽഡിൽ, അവനവിടെ പറഞ്ഞാൽ കമാൻഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അവൻ വിട്ടിട്ട് ഏലിയായുടെ സെർവൻ്റായിട്ട്, അവന് ശുശ്രൂഷകനായിട്ട് അടുത്ത 10 വർഷത്തേക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവൻ പോവുകയാണ്. സോ ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ റെസ്പോൺസിബിലിറ്റി റാദർ ദാൻ എ പൊസിഷൻ.
ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്, അല്ലാതെ ഒരു പൊസിഷനോ ഒരു പവറോ ഒന്നുമല്ല. യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന ഡിസൈപ്പിൾഷിപ്പ്, യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന ശിഷ്യത്വം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ അവനെ ഫോളോ ചെയ്യുക, എല്ലാം വിട്ടിട്ട് ഒരു സെർവൻഹുഡായിട്ട് കർത്താവ് അങ്ങനെയാണ് ചെയ്തത്. ദാസ്യരൂപമെടുത്തു. ഈ ദാസ്യത്തിലേക്കുള്ള അല്ലെങ്കിൽ സർവം വിട്ടിട്ട് ക്രൂശ് എടുത്ത് അനുഗമിക്കുന്ന ഒരു അനുഭവമാണ് ശിഷ്യത്വം. ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഏലിശ അങ്ങനെയാണ് ചെയ്തത്. അതിൽ പിന്നീടുള്ള ഏലിശയുടെ ജീവിതങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഏലിശയുടെ ജീവിതത്തിലെ 7 ക്യാരക്ടേഴ്സ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചിന്തിക്കാം. ഈ 7 ക്യാരക്ടറിൽ ഏത് രീതിയിലാണ് അവൻ്റെ ശിഷ്യത്വം ഡെവലപ്പ് ചെയ്ത് അത് എങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയതെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്തിനാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ വിളി കേട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുമ്പോഴേ ഇതേ രീതിയിലുള്ള പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ എല്ലാം സിമിലറാണ്. ഇതുപോലുള്ള ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രധാനമായിട്ട് കാണുന്നത്, ആദ്യമായിട്ട് അതിനകത്ത് പറയാനുള്ളത്, ഹി റിഫ്ലക്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പോകുന്ന ഏരിയയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം റിഫ്ലക്റ്റ് ചെയ്യണം. 7 സ്ഥലത്ത് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന 7 സ്ഥലത്ത്, ഞാനതെല്ലാം റെഫർ ചെയ്ത് പറയുന്നില്ല, 7 സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നോട്ടുള്ളവർ, ഇത് ഒരു സ്റ്റഡിയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ നോട്ട്ബുക്ക് ഉള്ളവർ പ്രത്യേകിച്ച് അത് എഴുതിയെടുക്കണമേ എന്ന് ഞാൻ പറയാണ്. 2 രാജാക്കന്മാർ 2:9, 2 രാജാക്കന്മാർ 3:15, ഇതിനകത്തെല്ലാം തന്നെ ആത്മാവിൻ്റെ ഒരു നടത്തിപ്പ് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന കാണുന്നു. ഡബിൾ ഷെയർ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്നാണ് പറഞ്ഞത്. നിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. ഏലിയാവ് പുതപ്പ് അവൻ്റെ കയ്യിൽ ഇട്ടിട്ട് പിന്നീടുള്ള ആ ഡിസ്കഷനകത്താണ് ഞങ്ങൾക്ക് ഇരട്ടി പങ്ക് വേണമേ. 2 രാജാക്കന്മാർ 2:9 അതാണ് പറഞ്ഞത്, ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് തരണം. അതേ രീതിയിൽ തന്നെ 2 രാജാക്കന്മാർ 4:9 ജനങ്ങൾ പറയുന്നതാണ് ദൈവപുരുഷനായ വിശുദ്ധനായ ദൈവപുരുഷൻ. ആളുകൾ പറയുന്ന ചില ടെസ്റ്റിമണിയാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലെ 2 രാജാക്കന്മാരിലും 1 രാജാക്കന്മാരിലും ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാം ഏലിശയുടെ ജീവിതത്തിൽ ഹീ റിഫ്ലക്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. വെൻ പീപ്പിൾ സീ ഹിം, അവനെ ആളുകൾ കാണുമ്പോഴേ അവൻ്റെ സ്നേഹം, അവൻ്റെ സത്യം, അവൻ്റെ സെർവൻഹുഡ്, ലവ്, ട്രൂത്ത് ആൻഡ് സെർവൻഹുഡ്, ഇത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് വെളിവായി വന്നു. യേശുവിൻ്റെ ജീവിതത്തിലും കാണപ്പെട്ട കാര്യങ്ങളാണിതെല്ലാം. നമുക്കറിയാം, സ്നേഹം, ജീവൻ കൂടി കൊടുക്കുന്ന സ്നേഹം, അത്രയും വലിയ സ്നേഹം വേറെ ആർക്കുമില്ല. അവൻ ജീവൻ കൂടി കൊടുക്കുന്ന സ്നേഹം, അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് സ്നേഹത്തോടൊപ്പം തന്നെ സത്യം. എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാവുന്നെന്ന് യേശു പറഞ്ഞു. ദാസ്യ രൂപമെടുത്തു, ഏറ്റവും താഴ്ന്ന രൂപം, ഈവൻ മരണത്തിന് പോലും, ക്രൂശിലുള്ള മരണത്തിൽ പോലും ആ ദാസ്യ സ്വഭാവം നമുക്ക് കാണാമായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ അതേ ക്യാരക്ടറാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ ഏലിശ ഇവിടെ വിളങ്ങി കാണിക്കുന്നത്. സോ ഹി റിഫ്ലക്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റിഫ്ലക്റ്റഡ് എന്ന് വെച്ചാൽ ദൈവിക ശക്തി, ദൈവിക പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആണ് നമ്മുടെ റിഫർമേഷൻ ക്യാരക്ടർ വ്യത്യാസപ്പെടുന്നത്. ദൈവത്തിൻ്റെ നമ്മളെ ഇപ്പം എന്താ ചെയ്തിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് അവൻ നമ്മളെ സീൽ ചെയ്തിരിക്കുകയാണ്. എന്താണ് സീൽ ചെയ്യുക പറഞ്ഞാൽ, അവൻ്റെ ആത്മാവിനാൽ നമ്മളെ സീൽ ചെയ്തിരിക്കുകയാണ്. ആത്മാവിനെ സീൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആത്മാവ് നമ്മൾ വസിക്കുമ്പോഴേ നമ്മുടെ വകയല്ല, അവൻ്റെ വകയാണ്. അപ്പോൾ അവൻ്റെ ക്യാരക്ടറാണ് നമ്മൾ കൂടി പുറത്തേക്ക് വരേണ്ടത് നമ്മൾ മറന്നു പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഐ വാണ്ട് ടു സേ ഈസ് അവൻ്റെ ഹി റിഫ്ലക്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. 2, ഹിസ് ലൈഫ് വാസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഹിസ് ടീച്ചിങ്. അവൻ്റെ പഠിപ്പിക്കലും അവൻ്റെ സംസാരവും അവൻ്റെ പഠിപ്പിക്കലും എല്ലാം അവൻ്റെ ജീവിതവും തമ്മിൽ ഏകദേശം ഈക്വലായിരുന്നു, അല്ലെങ്കിൽ താരതമ്യപ്പെടുമ്പോൾ അത് സെയിം ആയിരുന്നു എന്ന് നമുക്ക് പറയാം. വേറെ രീതിയിൽ അതിന് പറയുന്നത് എന്താണ്, ഇൻറ്റഗ്രിറ്റി ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. പലയിടത്തും ഹിപ്പോക്രിസം ഒരുപാട് ഉണ്ട്, പറയുന്ന പോലെ അല്ല ജീവിക്കുന്നത്. സുവിശേഷന്മാർ, അതുപോലെ ദൈവദാസന്മാർ എന്നൊക്കെ പറയുന്നവരുടെ ലൈഫ് സ്റ്റൈലുകൾ, അവരുടെ ജീവിതത്തിലെ നിലവാരം ശരിയാണ്, ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ഉയർത്തിയൊക്കെ നിർത്തിയിരിക്കുകയാണ്, അതൊക്കെ ശരിയാണ്. എന്നാൽ പലതും ഇന്ന് മാതൃകയല്ലാത്ത രീതിയിൽ ആയിത്തീരുന്നത് നമുക്ക് കാണാം.
എന്നാൽ ഇവിടെ അങ്ങനെയല്ല. സങ്കീർത്തനം 84:11 പറയുന്നത്, നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കുകയില്ല. നേരോട് നടക്കുന്ന ആർക്കും തന്നെ ഒരു നന്മയും കർത്താവ് മുടക്കുകയില്ല. അതുകൊണ്ട് നേരോട് നടക്കാതിരിക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് കാൾഡ് ഹിപ്പോക്രസി. പറയുന്ന ഒന്ന്, ചെയ്യുന്നത് വേറൊന്ന്. അല്ലെങ്കിൽ പുറമേ കാണിക്കും ഞാൻ വലിയ ഭക്തനാണ്, കാര്യങ്ങളൊക്കെ ഇതാണ്, എന്നാൽ അകമേ അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് ആ ജീവിത ശൈലി ഇല്ലാതെ ഇരിക്കുന്ന അനുഭവം. സോ ഇവിടെ എലീശയുടെ ജീവിതത്തിൽ ഹിസ് ലൈഫ് വാസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഹിസ് ടീച്ചിങ്. അവൻ പറയുന്നതും പഠിപ്പിക്കുന്ന പോലെയായിരുന്നു അവൻ്റെ ജീവിതം എന്നുള്ളത് നമുക്ക് കാണാം. മൂന്നാമത്തെ കാര്യം, ഹീ ഷോസ് പ്രാക്ടിക്കൽ കൺസേൺ ഫോർ ദ പീപ്പിൾ ഫിസിക്കൽ നീഡ്സ്. ആളുകളുടെ നീഡ്സിന് പ്രാക്ടിക്കലായിട്ടുള്ള അവന് കൺസേൺ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അവന് വറീഡായിരുന്നു. കാരണം ആളുകളെല്ലാം അവൻ്റെ അരികിലെ പല കാര്യങ്ങൾക്കായിട്ട് വരും. കാരണം ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ്. അന്നേരം അവൻ്റെ അരികിലേക്ക് ആളുകളെല്ലാം കടന്നു വരും. 2 രാജാക്കന്മാർ 2:19 ഭാഗങ്ങളിൽ അവിടെ വെള്ളം കുടിക്കാൻ വയ്യാത്തതായി തീർന്നൊരു ഭാഗം അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്ത് പിന്നെ വായിക്കുക. അതൊരു ഇൻസിഡൻ്റാണ്, ഒരു വലിയ കാര്യമാണ്. വെള്ളം ചീത്തയായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? അവൻ അവിടെ വന്ന് എലീശയ്ക്ക് അത് മനസ്സിലായി. ആ വെള്ളം ഉപ്പിട്ട് അത് പഥ്യമാക്കി തീർത്തതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു ഇൻസിഡൻ്റാണ്, ആളുകളുടെ കാര്യത്തിൽ ഉള്ളൊരു ഇൻസിഡൻ്റാണ്. രണ്ടാമത്തെ കാര്യം ചെയ്തത് എന്താണ്? 2 രാജാക്കന്മാർ 3 പറയുന്നുണ്ട്, ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു. 2 രാജാക്കന്മാർ 3 അവിടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർക്ക് വെള്ളം കുടിക്കാനില്ല. ക്യാമ്പിലെങ്ങും വെള്ളമില്ല, കുതിരകൾക്ക് കുടിക്കാനും ഒന്നും വെള്ളമില്ല. വലിയൊരു നീഡ് വന്നപ്പോഴേ അതിനകത്ത് ഈ നീഡിനകത്ത് എലീശ ഇടപെട്ടു. അവരോട് പറയും, നിങ്ങൾ താഴ്വരകൾ കുഴികൾ കുഴിക്കുക, നിങ്ങൾ മഴയും കാറ്റും ഒന്നും കാണത്തില്ല, എന്നാൽ ആ വെള്ളം വന്ന് നിറയും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ കുഴിച്ചു. അത് മാത്രം 2 കാര്യങ്ങൾ അവിടെ നടന്നു. ആ വെള്ളം വന്ന് നിറയെ മാത്രമല്ല, സൂര്യൻ അത് ഉദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്ത് മോവാബ്യരത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ അന്യോന്യം കൊന്ന് രക്തം ഒഴുകി വരിക എന്ന് സൂര്യൻ്റെ പ്രകാശം ഒഴിച്ച് അവർക്ക് രക്തം പോലെ തോന്നി. അന്യോന്യം അത് വെട്ടിക്കൊന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മോവാബ് രാജ്യത്തിലുള്ള എല്ലാവരും ഓടി വന്ന് കൊള്ള പങ്കിടാൻ വന്നപ്പോൾ അവരെ വെട്ടിക്കൊല്ലാനും അവർക്ക് സാധ്യമായി. അതുകൊണ്ട് ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും യുദ്ധത്തിൽ ജയിക്കുന്നതായും കാണുന്നുണ്ട്. അതുപോലെ 2 രാജാക്കന്മാർ 4 വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. അവരുടെ കർത്താവിൻ്റെ ദാസൻ്റെ ഭാര്യ അവരുടെ കടത്തിലായി, ഭയങ്കര കടത്തിലായപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോവാണ്, കടക്കാർ വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴവിടെ എലീശ ഇടപെടുന്നതായിട്ട് കാണുന്നു. എലീശ ഇടപെട്ട് അവരോട് പറയും, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ള എണ്ണയുണ്ട്, നിങ്ങൾ പാത്രങ്ങൾ കടം വാങ്ങിക്കാൻ പറയും. പാത്രങ്ങൾ കടം വാങ്ങിച്ച് എണ്ണ അതിലേക്ക് പകർന്നു. എല്ലാ ഭരണികളും നിറഞ്ഞ് അത് ആ ക്ഷാമകാലത്തെല്ലാം കൊടുത്ത് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതായിട്ട് കണ്ടു. ഞാനിത് എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. തുടർന്നും ഈ എലീശയുടെ ക്യാരക്ടേഴ്സ് നമ്മൾ കുറച്ചും കൂടെ പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഇന്ന് എലീശയുടെ ക്യാരക്ടേഴ്സിൽ പറഞ്ഞത്, ഈ റിഫ്ലക്റ്റഡ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഹിസ് ലൈഫ് ആസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ഹിസ് ടീച്ചിങ് ആൻഡ് ഹി ഷോ പ്രാക്ടിക്കൽ കൺസേൺ ടു ദ ഫിസിക്കൽ നീഡ്സ്. മനുഷ്യൻ്റെ ആവശ്യത്തിന് അതുപോലെ അവൻ്റെ നീഡിന് പ്രാക്ടിക്കൽ കൺസേൺസ് ഉണ്ടായിരുന്നു. അതുപോലെ ദൈവത്തിൻ്റെ പ്രസൻസ് അവൻ്റെ ജീവിതത്തിൽ കണ്ടു. അവൻ്റെ പ്രസംഗം പോലെ തന്നെ അവൻ ജീവിച്ചു എന്നുള്ള ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു കാര്യമുണ്ട്, അവൻ്റെ വിളിയിലും അവന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലോസ് ഓഫ് ഫാമിലി, ലോസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ലോസ് ഓഫ് സ്റ്റാറ്റസ്. ഇതെല്ലാം വിട്ടിട്ടാണ് ദൈവത്തിലേക്ക് വന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കോളിംഗ് എന്ന് പറയുന്നത്, ഡിസൈപ്പിൾഷിപ്പിൻ്റെ കോളിംഗ് കോസ്റ്റ്ലിയാണ്. എന്നാൽ ആ കോസ്റ്റ്ലിയുടെ പുറകിൽ ദൈവത്തിൻ്റെ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ അതിനോട് വന്നു ചേരും. അതുകൊണ്ട് ദൈവം നമ്മളെ എല്ലാം വിളിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ പിന്നീട് വന്നു ചേരുകയും ജീവിതം യൂസ്ഫുള്ളായി തീരുകയും ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതായിട്ട് കാണുകയും ചെയ്യും. തീർച്ചയായും ഞാൻ ഇത് ഇവിടെ ക്ലോസ് ചെയ്യാണ്. തുടർന്ന് ഈ എലീശയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നാളെയും ശ്രദ്ധിക്കാം. ഇതെല്ലാവരും വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെയുള്ള സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഇത് യൂട്യൂബ് ചാനലിലുണ്ട്. ഇത് മാത്രമല്ല, ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അതിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നമ്മൾ അതിനുവേണ്ടി ടീമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതിൽ ദൈവം വിടുതൽ തരുന്നതാണ്. നിങ്ങളുടെ അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു
താങ്ക്സ് ഗിവിംഗ് ആയിട്ട് അത് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് അത് കാരണമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമുക്കിനിയും ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് എടുക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവികമായിട്ടുള്ള വലിയ സമൃദ്ധി ജീവിതത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ്. അവിടെ നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ഏതൊക്കെ രീതിയിൽ ചില കാര്യങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു അതൊക്കെ ഇന്ന് റിലീസ് ചെയ്യപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇതേ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏലിശയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ പല കാര്യങ്ങളും ചിന്തിക്കായിരുന്നല്ലോ കർത്താവേ. ഏലിശ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി കാത്തിരുന്നു. ദൈവമേ, അവനെ നീ വിളിച്ചു. അവനിതെല്ലാം ഉപേക്ഷിച്ച്, ഫാമിലിയെ ഉപേക്ഷിച്ച്, അതുപോലെ അവൻ്റെ ജോബ് ഉപേക്ഷിച്ച്, അവൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഉപേക്ഷിച്ച് ഏലിയാവിൻ്റെ പുറകെ ഇറങ്ങി. എന്നാൽ അവനെ ദൈവം അനുഗ്രഹിച്ചായിട്ട് കാണുന്നു. ദൈവത്തിൻ്റെ വലിയ ആലോചന അവന് കൊടുത്തു. അവന് ദൈവത്തിൻ്റെ പ്രസൻസും അതുപോലെ അവൻ്റെ ടീച്ചിങ്ങിലെല്ലാം ഉള്ള കൺസിസ്റ്റൻസിയും ആളുകളുടെ നീഡ് മനസ്സിലാക്കിയും ഒക്കെ പ്രവർത്തിച്ച് ഞങ്ങൾ കണ്ടല്ലോ കർത്താവേ. ഇന്നും ദൈവത്തെ അനുസരിക്കുന്നവരിൽ കൂടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ടിരിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് കർത്താവെ ഞങ്ങളെയൊക്കെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്നവരെയൊക്കെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങൾ കർത്താവെ, അനേകം നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങളെ ഇന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുകയാണ് കർത്താവെ. മാരേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾ ഈ ദിവസങ്ങളിൽ ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ അവരുടെ കല്യാണം ഉറയ്ക്കുകയും അത് നടക്കുകയും ചെയ്യാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം, ആ ഒരു ബ്ലെസ്സിങ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ കർത്താവെ വെയിറ്റ് ചെയ്യുന്നവർ അനേകം നാളുകളായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാവുന്നു. ദൈവമേ, നീ അത് കൊടുക്കുന്നതോർത്ത് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ കർത്താവെ, ദൈവം വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. ഇത് ദൈവമേ, നീ കൊടുക്കുന്ന ദൈവമാണല്ലോ. ഈ വലിയ നന്മകൾ ജീവിതങ്ങളിലേക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളുടെ കർത്താവെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ പഠനകാര്യവും അതുപോലെ അവരുടെ ഭാവി കാര്യത്തെക്കുറിച്ചും കർത്താവെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചില മാതാപിതാക്കളെ എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നല്ലോ. വലിയൊരു റിലീസ് നീ അവർക്ക് കൊടുക്കാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. നിൻ്റെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും നീ ഉത്തരം തരുന്ന ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്തവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് കാണണം. ഈ രാത്രിയിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.